ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം നിർമ്മിക്കലാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തെ കേവല ദാരിദ്ര്യരഹിത സംസ്ഥാനമാക്കും. നമുക്കിപ്പോൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ലക്ഷം ദരിദ്രരായ കുടുംബങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് അവരെ ദാരിദ്ര്യത്തിൽ നിർത്താനുള്ള പ്രവർത്തന പദ്ധതി നടപ്പാക്കുക. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇത്. സാമൂഹ്യ സുരക്ഷയെ പുതിയ ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തന്നെ പുനഃസംഘടിപ്പിക്കും. പഠിച്ചാൽ ജോലി ഉറപ്പുവരുത്തും. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ഇപ്പോൾ തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇത് സർവ്വസാധാരണമാക്കും. 2025-26 60,000 വിദ്യാർത്ഥികൾക്കാണ് പ്ലേസ്മെന്റ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇതിനെ വികസിപ്പിക്കും. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥികളെ നേരിട്ട് തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കും. ബാക്ക് ടു ക്യാമ്പസ് പദ്ധതിയിലൂടെ പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പുതുക്കിയ നൈപുണ്യ പരിശീലനം നൽകും. സാധാരണഗതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ കയറാൻ വിഷമാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ബാക്ക് ടു ക്യാമ്പസ് പദ്ധതി അതിൻ്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പുതുക്കിയ നൈപുണ്യം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. യുവജനങ്ങളെ തൊഴിലന്വേഷകരായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറി തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റും. പരിശീലിത വായ്പകൾ നൽകി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അവർക്ക് പലിശയുടെ ബാധ്യത ഒഴിവാക്കാനാണ് പലിശരഹിത വായ്പകൾ ഒരുക്കുന്നത്. കോളേജുകളുമായി ബന്ധിപ്പിച്ചുള്ള ഇൻക്യുബേഷൻ ആക്കത്തോൺ, ഇന്നൊവേഷൻ സെന്ററുകൾ ഇതെല്ലാം വികസിപ്പിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ എണ്ണം ഇപ്പൊ 40 അത് 120 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. നല്ല വർധനമാണ് ഉണ്ടായത്. ഏകദേശം 2 ലക്ഷം ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്.
നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ചരിത്രപരമായ ചുവടുവെപ്പാണ് ഉണ്ടാവുക. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തും.